മാന്നാറിൽ കൊല ചെയ്യപ്പെട്ട കലയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. നീതിപൂർവവും നിഷ്പക്ഷവുമായ കേസന്വേഷണമാണ് നടക്കുന്നതെന്നും കുറ്റവാളികളായ ആരും തന്നെ രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നും സജി ചെറിയാൻ പറഞ്ഞു. കലയുടെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. സർക്കാരും പാർട്ടിയും കലയുടെ കുടുംബത്തോടൊപ്പമാണെന്നും ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന പ്രചരണങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു. പ്രതികളുടെ കേസ് വാദിക്കുന്നതിനായി വക്കാലത്ത് ഏറ്റെടുത്തിരിക്കുന്നത് ഒരു പാർട്ടി വക്കീലാണ്. അദ്ദേഹത്തോട് പ്രതികളുടെ വക്കാലത്ത് ഒഴിയണമെന്ന് പാർട്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ പ്രതികളെ സഹായിക്കുന്ന തരത്തിലുള്ള നിലപാട് പാർട്ടിക്കുള്ളിലുള്ള ആരെടുത്താലും അവർ പാർട്ടിയിൽ ഉണ്ടാവില്ലെന്നും സജി ചെറിയാൻ വ്യക്തമാക്കി. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് മുഴുവൻ തെളിയിക്കും. പിന്നെ ഇത്രയും കാലത്തിനിടയിൽ ഇത് കണ്ടെത്തിയത് ഇപ്പോഴാണല്ലോ. കണ്ടെത്തിയപ്പോൾ ഗവൺമെന്റും പോലീസും എടുത്ത സമീപനം കൃത്യമാണ്. അത് വളരെ രഹസ്യമായി അന്വേഷിച്ച് അതിൽ വസ്തുതയുണ്ടെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിക്കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഭാഗമാണ് പോലീസ് നടപടി സ്വീകരിക്കേണ്ടത്. അതിനകത്ത് ഒരു തരത്തിലും ഒരു പക്ഷപാതത്വവും ഉണ്ടാകില്ല. ഞങ്ങൾ ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. പോലീസിന് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. നിഷ്പക്ഷവും നീതിപൂർവ്വ അന്വേഷണം നടക്കും. അത് അവർക്ക് ആ രൂപത്തിൽ കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിൽ കൊണ്ടുവരും. ഇതിൽ വേണ്ടത്ര തരത്തിൽ ഇടപെടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ചില ചെറിയ സഹായങ്ങൾ എതിരാളികൾക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ നടക്കുന്നു, ഒരു കള്ളപ്രചരണം നാട്ടി നടക്കുന്നു. അത് വസ്തുതാവിരുദ്ധമാണ്. അങ്ങനെ ഒരു തരത്തിലും ഈ കേസിൽ രാഷ്ട്രീയമായ ഒരു ഇടപെടൽ ഞങ്ങൾ നടത്തത്തില്ല. എതിരാളികൾ ആരെങ്കിലും പറയുന്നുള്ള കള്ളപ്രചരണം മാത്രമാണ്. ഞങ്ങൾ ഈ കുടുംബത്തോടൊപ്പമാണ്, ഇരയോടൊപ്പമാണ്. വിദേശത്തുള്ള പ്രതി അനിലിനെ നാട്ടിലെത്തിക്കുവാൻ ഇന്റർപോളിന്റെ സഹായം തേടുന്നതിന് സർക്കാരിന്റെ എല്ലാവിധ സഹായങ്ങളും പോലീസിന് ലഭിക്കുമെന്നും ഇതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ 2 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾ ആരും തന്നെ രക്ഷപ്പെടില്ല. മുഴുവൻ പ്രതികളെയും പോലീസ് കണ്ടെത്തി അഴിക്കുള്ളിലാക്കും. നിയമസഭാ സമ്മേളനം നടക്കുന്നതുകൊണ്ടാണ് കലയുടെ വീട് സന്ദർശിക്കാനായി താമസം നേരിട്ടതെന്നും മന്ത്രി പറഞ്ഞു. ഉപാധികളില്ലാതെ വരുന്നവരെ സ്വീകരിക്കുന്ന സമീപനമാണ് തങ്ങളുടെ പാർട്ടിക്കുള്ളതെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് MLA. എല്ലാ ജില്ലകളിൽ നിന്നും വിവിധ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന നിരവധി നേതാക്കളും പ്രവർത്തകരും കേരള കോൺഗ്രസിൽ ചേരാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും അവരുമായി ചർച്ചകൾ നടന്നുവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാനും കോട്ടയം MP-യുമായ ഫ്രാൻസിസ് ജോർജിന് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി രാമങ്കരിയിൽ നൽകിയ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു PJ ജോസഫ് MLA. വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപായി പാർട്ടിയുടെ ബഹുജന അടിത്തറ വികസിപ്പിച്ച് പരമാവധി ജനപ്രതിനിധികളെ വിജയിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏവർക്കും സ്വീകാര്യനായതുകൊണ്ടാണ് ഫ്രാൻസിസ് ജോർജ് കോട്ടയത്ത് വിജയിച്ചതെന്നും PJ ജോസഫ് പറഞ്ഞു. അർത്ഥശാഖയ്ക്കിടയില്ലാത്തതാണ് ഫ്രാൻസിസ് ജോർജ്. നമുക്കറിയാം, വളരെയധികം പ്രവർത്തന പരിചയമുണ്ട്. മാസങ്ങളായി രംഗത്ത് വന്ന് ചുവരെഴുത്ത് നടത്തി ഒന്നാമനെന്നൊക്കെയുള്ള MP-മാരിൽ ഒന്നാമെന്നുള്ള ചുവരെഴുത്ത് നടത്തിയിരുന്ന തോമസ് ചാഴികാടനെതിരെ ശ്രീ ഫ്രാൻസിസ് ജോർജ് രംഗത്ത് വന്നപ്പോൾ വളരെ ചുരുങ്ങിയ സമയമുണ്ട് അദ്ദേഹം രംഗത്ത് വന്നു. സ്വീകാര്യനായി. നമുക്ക് ചിഹ്നമില്ല. എന്തെല്ലാം കുഴപ്പങ്ങളാണ് സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. 2 അപരന്മാർ ഫ്രാൻസിസ് ജോർജിൻ്റെ പേരിൽ 2 പേര് നോമിനേഷൻ. ആ 2 പേരുടെയും നോമിനേഷൻ തള്ളിപ്പോകും. നമ്മുടെ ചിഹ്നം ഓട്ടോറിക്ഷ എന്നുള്ളത് ഇൻഡിപെൻഡൻറ്റ് ചിഹ്നമാണ്. പെട്രോൾ നിർബന്ധമില്ല. അതിനും വേറെ ആളുള്ളത്. വളരെ സാമ്പത്തിക പ്രതിസന്ധിയുള്ള ഈ സമയത്ത് ഭരണകക്ഷിയിൽപ്പെട്ട ആളാണ് അപ്പുറത്തെ സ്ഥാനാർത്ഥി നടക്കുന്നത്. അങ്ങനെ വലിയ പണക്കൊഴുപ്പമായി അവർ നിൽക്കുമ്പോൾ അതിനെല്ലാം ആത്മവീര്യത്തോടുകൂടി നേരിടാൻ നമ്മുടെ പ്രവർത്തകർ നേതാക്കന്മാർ രംഗത്ത് വന്നു. പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് ചെയർമാൻ PC തോമസ്, എക്സിക്യൂട്ടീവ് ചെയർമാൻ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA, ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, IT സെൽ പ്രസിഡന്റ് അബു ജോൺ ജോസഫ്, വൈസ് ചെയർമാൻ രാജൻ കണ്ണാട്ട്, യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് KV കണ്ണൻ, KSC സംസ്ഥാന പ്രസിഡന്റ് ജോൺസ് ജോർജ്, അഡ്വക്കേറ്റ് തോമസ് M മാത്തുണ്ണി, ജോസ് കോയിപ്പള്ളി, റോയ് ഊരാംവേലി തുടങ്ങിയവർ സംസാരിച്ചു. ഫ്രാൻസിസ് ജോർജ് MP സ്വീകരണങ്ങൾക്ക് നന്ദി പറഞ്ഞു. പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പക്ഷി വളർത്തലും മുട്ട വ്യാപാരവും ഇറച്ചി വ്യാപാരവും നിരോധിച്ചതോടെ താറാവ് കർഷകർ പ്രതിസന്ധിയിൽ. ആത്മഹത്യയുടെ വക്കിലാണ് തങ്ങളെന്നും രോഗമില്ലാത്ത മേഖലകളിൽ നിരോധനം ബാധിക്കാതിരിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും താറാവ് കർഷകരുടെ കൂട്ടായ്മ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അപ്പർ കുട്ടനാടൻ മേഖലയായ ചെന്നിത്തല, പള്ളിപ്പാട്, മാന്നാർ എന്നിവിടങ്ങളിലെങ്ങും പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടില്ല.
എന്നാൽ കുട്ടനാടൻ മേഖലയിലെ ചുരുക്കം ചില ഭാഗത്ത് മാത്രമായിട്ടുള്ള പക്ഷിപ്പനി കണക്കിലെടുത്താണ് മുട്ട, ഇറച്ചി എന്നിവയുടെ വ്യാപാരം ജില്ല മുഴുവൻ സർക്കാർ നിരോധിച്ചത്. പക്ഷിപ്പനി രോഗമില്ലാത്ത മേഖലയിൽ ഈ നിരോധനം ബാധിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കണം. താറാവ് കൃഷിയും മുട്ട വ്യാപാരവും ഇറച്ചി വ്യാപാരവുമായി ഈ മേഖലയിൽ ആലപ്പുഴ ജില്ലയിൽ മാത്രം ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് നിത്യവൃത്തി കഴിയുന്നത്. ഇതോടനുബന്ധിച്ച് ഈ മേഖലയിൽ ധാരാളം തൊഴിലാളികളും പണിയെടുക്കുന്നുണ്ട്. നിരോധനം മൂലം ഈ കുടുംബങ്ങളെല്ലാം ആത്മഹത്യയുടെ വക്കിലാണെന്നും താറാവ് കർഷക കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു. ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കുടുംബങ്ങളാണ് കഴിയുന്നത്. അതായത് താറാവ് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന താറാവിന്റെ ഹാച്ചറികൾ ഉള്ള അവിടെ നടത്തുന്ന ആളുകൾ, അവിടെ ജോലി എടുക്കുന്നതായിരിക്കുന്ന തൊഴിലാളികൾ, ഈ താറാവുകളെ കൊണ്ടുപോയി ഏകദേശം 4 മാസത്തോളം നടക്കുന്ന താറാവ് കർഷകർ, അവരോടൊപ്പം പണിയെടുക്കുന്ന തൊഴിലാളികൾ, 4 മാസം പ്രായമായ താറാവിനെ അവിടെ ഈ താറാവ് റെസ്റ്റോറൻറ്റിൽ വാങ്ങിക്കൊണ്ടുപോയി ചില്ലറയായിട്ട് ഇറച്ചി വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ, അവരോടൊപ്പം ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, താറാവിന്റെ മുട്ട വാങ്ങിക്കൊണ്ടുപോയി വിതരണം നടത്തി ജീവിക്കുന്ന ആളുകൾ. അപ്പൊ ഇത്രയുള്ള ഒരു വലിയ മേഖലയിൽ പണിയെടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള കുടുംബങ്ങളുടെ ഒരു തൊഴിലാണ് ഇവിടെ സർക്കാർ നിരോധനം. അത് കേവലം ചുരുങ്ങിയ കാലയളവല്ല, 2025 മാർച്ച് വരെയുള്ള കാലഘട്ടത്തിൽ ദീർഘ കാലയളവിലേക്കുള്ള ഒരു നിരോധനമാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ താറാവ് കർഷകരുള്ള ആലപ്പുഴ ജില്ലയിൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കണം. മാറി മാറി വരുന്ന സർക്കാരുകൾ കാർഷിക മേഖലയ്ക്കായി കോടികൾ പ്രഖ്യാപിക്കുമ്പോൾ താറാവ് കർഷകരെ മറന്നുപോവുകയാണ്. താറാവ് കൃഷിയെ സംരക്ഷിക്കാൻ സർക്കാർ ഭാഗത്തുനിന്ന് ഇന്നുവരെ ഇൻഷുറൻസ് ഏർപ്പെടുത്തുകയോ സബ്സിഡിയോ മറ്റ് ആനുകൂല്യങ്ങളോ നൽകിയിട്ടില്ല. തീറ്റയിലെ വിലവർധനവും കർഷകരെ വലയ്ക്കുന്നു. ഈ സാഹചര്യത്തിൽ താറാവുകളെ പാടത്ത് വിട്ട് വളർത്തുന്നതിനുള്ള അനുമതി നിലനിർത്തണം. സർക്കാർ ഗോഡൌണിലെ ചീത്തയായ അരി കുഴിച്ചുമൂടുന്നതിന് പകരം താറാവ് കർഷകർക്ക് നൽകാനുള്ള നടപടി വേണമെന്നും കൂട്ടായ്മ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കർഷകരായ റോയ് മാത്യു പറയകാട്ട്, സന്തോഷ് വാഴക്കൂട്ടം, ജോസ് കിഴകട, മോനിച്ചൻ മൂന്നുതെങ്ങിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പുളിങ്കുന്ന് സെയിന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിച്ചു. എക്സലൻസിയ 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കുട്ടനാട് MLA തോമസ് കെ തോമസ് ഉദ്ഘാടനം ചെയ്തു. പുളിങ്കുന്ന് ആറ്റുകടവിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് വിശിഷ്ട വ്യക്തികളെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സ്കൂളിലേക്ക് ആനയിച്ചത്. തുടർന്ന് നടന്ന സമ്മേളനം കുട്ടനാട് MLA തോമസ് കെ തോമസ് ഉദ്ഘാടനം ചെയ്തു. 10ാം ക്ലാസ് നമ്മൾ പഠിക്കുമ്പോൾ 11ലേക്ക് കയറുന്ന അവസരം എന്ത് തിരഞ്ഞെടുക്കണം അല്ലേ? സയൻസ് ആണോ വേണ്ടത് അല്ലേ? അത് എഞ്ചിനീയർ ആണോ, ഡോക്ടർ ആകണോ, IAS ആകണോ, IPS ആകണോ, ഏതൊക്കെ രീതിയിൽ പോകണമെന്നുള്ള ചിന്തയിൽ ഗ്രൂപ്പുകൾ തിരഞ്ഞെടുക്കും. 12ാം ക്ലാസ് പാസ്സാക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഡിവിഷനിലേക്ക് തിരിഞ്ഞു പോകും. പല പിള്ളേർക്കും ഉന്നതമായ വിജയം കിട്ടും, പല ആൾക്കാരും നല്ല രീതിയിൽ പഠിക്കും. പക്ഷേ ഈ പഠിക്കുന്നവരെല്ലാം നമ്മൾ ഉദ്ദേശിച്ച പോലുള്ള സ്ഥാനത്ത് എത്താറില്ല. പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും അൽഫോൺസ് കണ്ണന്താൻ്റെ ഓർമ്മ, അദ്ദേഹം SSLCക്ക് എനിക്ക് 243 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ IAS-കാരനായി. എനിക്കൊരു യോഗ്യതയുമില്ലാന്ന് പുള്ളി പറഞ്ഞു. ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് എല്ലാത്തിനും A+ കിട്ടിയില്ല എന്നുള്ള വിഷമം ഓർക്കും വേണ്ട. A+ കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മളുടെ കഠിനാധ്വാനമാണ് നമ്മളെ ഒരു പൊസിഷനിലെത്തിക്കുന്നത്. സമ്മേളനത്തിൽ CMI തിരുവനന്തപുരം സെന്റ് ജോസഫ്സ് പ്രൊവിൻസ് കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജെയിംസ് മുല്ലശ്ശേരി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോസുകുട്ടി ജേക്കളം CMI മുഖ്യപ്രഭാഷണം നടത്തി. MLAയും വിശിഷ്ട വ്യക്തികളും ചേർന്ന് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ കൈമാറി. പുളിങ്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് നീനു ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോസഫ് മാമ്പൂത്തറ, തങ്കച്ചൻ വാഴച്ചിറ, മുൻ പ്രിൻസിപ്പൽ ഫാദർ ലൂക്ക ആന്റണി ചാവറ CMI, മുൻ ഹെഡ്മാസ്റ്റർ ഷാജി തോമസ്,
PTA പ്രസിഡന്റ് റാഫി ജോസ് മോഴൂർ, സ്കൂൾ പ്രിൻസിപ്പൽ ഷിബു ജോസഫ്, ഹെഡ്മാസ്റ്റർ ഫാദർ ജോസഫ് PJ കുറുപ്പശ്ശേരി CMI, വിദ്യാർത്ഥി പ്രതിനിധികളായ B. അർജുൻ, റോസ്മിൻ റോസ് എന്നിവർ സംസാരിച്ചു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ചങ്ങനാശ്ശേരി കൃഷിഭവന്റെയും കുടുംബശ്രീ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് സംയുക്ത പദ്ധതിയുടെയും ഭാഗമായി ചങ്ങനാശ്ശേരിയിൽ ബന്ദിപ്പൂ കൃഷി ആരംഭിച്ചു. തൈനടിയിൽ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ജോബി നിർവഹിച്ചു. ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ 2024-25 സാമ്പത്തിക വർഷത്തിലെ ബജറ്റ് വിഭാവനം ചെയ്ത പുഷ്പകൃഷിക്കാണ് തുടക്കമായത്. നഗരസഭ വക 60 ചിറ ഗ്രൗണ്ടിലും സമീപ പ്രദേശങ്ങളിലുമായാണ് കൃഷി. തിരുവോണത്തിന് പൂക്കൾ ഏറെ ആവശ്യമുള്ള സമയത്ത് വിളവെടുപ്പ് ഉദ്ദേശിച്ചാണ് ബന്ദിപ്പൂ കൃഷി ആരംഭിച്ചത്. ഓറഞ്ച്, മഞ്ഞ കളറുകളുള്ള പൂക്കൾ വിരിയുന്ന തൈകളാണ് നട്ടിരിക്കുന്നത്. നഗരസഭാ അധ്യക്ഷ ബീന ജോബി തൈകൾ നട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പുകാർ അതുപോലെ തന്നെ കുടുംബശ്രീ പ്രവർത്തകർ ഇവരുടെ എല്ലാം സജീവമായ സഹകരണത്തോടുകൂടി തന്നെ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രതീക്ഷയോടെ നമ്മൾ തുടങ്ങുന്നു. നമ്മുടെ ഇവിടെയുള്ള ആളുകളുടെയും ഒരു സജീവമായ സഹകരണം ഇതിനകത്തുണ്ടാവണം. നമ്മളെല്ലാം ഒത്തൊരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ നമ്മുടെ നാടിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ നമ്മളിന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവിടെ തുടങ്ങുന്ന ഈ ഒരു പദ്ധതി കൂടുതൽ വിജയത്തിലെത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത് ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ് അധ്യക്ഷനായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ PA നിസാർ, പ്രിയ രാജേഷ്, കൗൺസിലർമാരായ രാജു ചാക്കോ, സന്തോഷ് ആന്റണി, ബാബു തോമസ്, അരുൺ മോഹൻ, ഗീത അജി, കുഞ്ഞുമോൾ സാബു, സ്മിത സുനിൽ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ജനകീയ ആസൂത്രണ പദ്ധതിയും തൊഴിലുറപ്പ് പദ്ധതിയും സംയോജിപ്പിച്ച് കുടുംബശ്രീയുടെ സഹകരണത്തോടെ വരും നാളുകളിൽ പുഷ്പകൃഷി സംരംഭം നഗരത്തിലെ എല്ലാ മേഖലകളിലേക്കും വ്യാപിപ്പിക്കുകയും അത്തരത്തിൽ വനിതകൾക്ക് വരുമാനമാർഗമൊരുക്കുവാൻ ഉദ്ദേശിക്കുന്നതായും ചെയർപേഴ്സൺ ബീന ജോബിയും വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജും അറിയിച്ചു. AC കനാലിലെ മലിനജലം ഉപയോഗിക്കുന്നത് മൂലം പ്രദേശവാസികൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പഠിക്കുവാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്ന് AC കനാൽ സംരക്ഷണ സമിതി ചെയർമാൻ നൈനാൻ തോമസ് മുളപ്പാമടം കനാൽ സംരക്ഷണ സമിതി നടത്തിയ സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമായിട്ടും AC കനാൽ പൂർണ്ണമായും ഇന്ന് മലിനമായിരിക്കുന്നു. ഈ മലിനമായ AC കനാലിലെ ജലമാണ് ഈ കനാലിന്റെ തീരത്ത് താമസിക്കുന്ന മുഴുവൻ ആളുകളും ഗാർഹിക ആവശ്യങ്ങളും അതുപോലെ തന്നെ കുളിക്കുവാനും വസ്ത്രം അലക്കുവാനും ഒക്കെയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കനാലിന്റെ തീരത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേകമായിട്ട് പല ആളുകൾക്കും ചൊറിച്ചിലും അതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. വയറിളക്കം പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഇത് ഗവൺമെന്റ് ഗൗരവത്തോടെ എടുക്കുകയും ഈ കനാലിന്റെ തീരത്ത് താമസിക്കുന്ന ആളുകളുടെ ആരോഗ്യം സംരക്ഷിക്കുവാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം. ഇതിന്റെ ഗുരുതരമായ ഭവിഷ്യത്തുകൾ അറിയുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഈ വിഷയം പരിശോധിക്കുവാൻ AC കനാലിന്റെ തീരത്ത് താമസിക്കുന്ന ആളുകളുടെ ആരോഗ്യം സംരക്ഷിക്കുവാൻ വേണ്ട ക്രമീകരണം എടുക്കണം. ഇതേക്കുറിച്ച് അന്വേഷിക്കുവാൻ ഒരു ആരോഗ്യ വിദഗ്ധന്മാരുടെ സമിതിയെ നിയോഗിക്കണം എന്ന് AC കനാൽ സംരക്ഷണ സമിതി പ്രധാനമായിട്ടും ആവശ്യപ്പെടുകയാണ്. മനക്കച്ചിറ മുതൽ ഒന്നാംകര വരെയുള്ള കനാൽ തീരവാസികൾക്ക് കുടിവെള്ളം കിട്ടാക്കനിയാണെന്നും ഗാർഹിക ഉപയോഗത്തിനും മറ്റും കനാലിലെ മലിന ജലമാണ് ഇവർ ഉപയോഗിക്കുന്നതെന്നും കനാൽ സംരക്ഷണ സമിതി ചൂണ്ടിക്കാട്ടി. ഇതുമൂലം പൊതുജനങ്ങൾക്ക് പലവിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായും ഭാരവാഹികൾ പറഞ്ഞു. AC കനാൽ തുറക്കുക, കനാൽ തീരത്ത് താമസിക്കുന്ന മുഴുവൻ ആളുകൾക്കും ശുദ്ധജലം ഉറപ്പാക്കുക, കനാലിൽ നീരൊഴുക്ക് കൂട്ടുവാൻ നടപടി സ്വീകരിക്കുക, AC റോഡിൽ പുതുതായി നിർമ്മിച്ചിരിക്കുന്ന കലുങ്കുകൾ പ്രവർത്തന സജ്ജമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മനക്കച്ചിറ, പൂവം, കിടങ്ങറ, രാമങ്കരി തുടങ്ങിയ പ്രദേശങ്ങളിൽ ജനസദസ്സുകൾ നടത്തും. കനാൽ തുടങ്ങുന്ന മനക്കച്ചിറയിൽ നിന്നും ആരംഭിച്ച് കനാൽ അവസാനിക്കുന്ന ഒന്നാംകര വരെ സെപ്റ്റംബർ 28 ശനിയാഴ്ച വമ്പിച്ച ലോങ് മാർച്ച് നടത്തുവാനും സമരപ്രഖ്യാപന കൺവെൻഷൻ തീരുമാനിച്ചു. കനാൽ സംരക്ഷണ സമിതി ജനറൽ കൺവീനർ AC വിജയപ്പൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. അലക്സാണ്ടർ പുത്തൻപുര, സൈബി അക്കര, പൂവം വിശ്വപ്പൻ, ഷിബു കണ്ണമ്മാലി, സൈനോ തോമസ്, മുട്ടാർ സുരേന്ദ്രൻ, റോണി കുരിശുമൂട്ടിൽ, ആശ കരിവേലിത്ര തുടങ്ങിയവർ സംസാരിച്ചു. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന ഫാദർ ജോർജ് വലിയ വീടിനെ നാട് കണ്ണീരോടെ വിട നൽകി. വെള്ളിയാഴ്ച രാവിലെ കുടുംബ വീടായ പുളുങ്ങുന്ന വലിയ വീട്ടിൽ ബേബിച്ചന്റെ വസതിയിലെ ശുശ്രൂഷകൾക്ക് ശേഷം പുളുങ്ങുന്ന സെന്റ് മേരീസ് ഫെറാന പള്ളി സിമിത്തേരിയിലായിരുന്നു സംസ്കാരം. വെള്ളിയാഴ്ച രാവിലെ 9-ന് ഭവനത്തിൽ നടന്ന കർമ്മങ്ങൾക്ക് മാർ ജോർജ് കോച്ചേരി നേതൃത്വം നൽകി. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം, മാർ തോമസ് തറയിൽ, മോൺസിഞ്ഞോർ ഫാദർ ജെയിംസ് പാലയ്ക്കൽ, മോൺസിഞ്ഞോർ ഫാദർ വർഗീസ് താനമാവുങ്കൽ, ചാൻസലർ ഡോക്ടർ ഐസക് ആലഞ്ചേരി,
ഫാദർ ടോം പുത്തൻകളം, ഫാദർ ടോണി മണിയൻചിറ, ഫാദർ തോമസ് തുമ്പയിൽ എന്നിവരാണ് തുടർന്ന് നടന്ന വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയത്. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ, സാമൂഹ്യ, സാമുദായിക നേതാക്കൾ തുടങ്ങിയവരും വൻ ജനാവലിയും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള വിവിധ പള്ളികളിലും ഓസ്ട്രിയ, ജർമ്മനി, സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളിലെ വിവിധ പള്ളികളിലും സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഫാദർ ജോർജ് വലിയ വീട്ടിൽ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യമായിരുന്നു. കണ്ണീരോടെയാണ് അച്ഛന് ജന്മനാട് വിട നൽകിയത്. ചങ്ങനാശ്ശേരിയിൽ വൻ ചാരായ വേട്ട. എക്സൈസ് റേഞ്ച് സംഘം പറാൽ ഭാഗത്ത് നടത്തിയ റെയ്ഡിൽ 8 ലിറ്റർ ചാരായവും കോടയും വാറ്റുപർണങ്ങളും പിടിച്ചെടുത്തു. പറാൽ കേന്ദ്രീകരിച്ച് വ്യാജ വാറ്റ് നടക്കുന്നതായി രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 8.5 ലിറ്റർ ചാരായം, 2 വീടുകളിലായി വാറ്റുന്നതിനായി തയ്യാറാക്കിയ 90 ലിറ്റർ വാഷ്, പാചകവാതക സിലിണ്ടർ, അടുപ്പ് ഉൾപ്പെടെ വാറ്റുന്നതിന് തയ്യാറാക്കിയ ഉപകരണങ്ങൾ എന്നിവ കണ്ടെടുത്തത്. ചങ്ങനാശ്ശേരി വാഴപ്പള്ളി പടിഞ്ഞാറ് പറാൽ കരയിൽ കളരിക്കൽ വീട്ടിൽ ശ്യാംകുമാറിനെ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു. വാഴപ്പള്ളി പടിഞ്ഞാറ് കക്കാട്ടുശ്ശേരിയിൽ സുരേഷിനെയും പ്രതിയാക്കി കേസെടുത്തതായി എക്സൈസ് അറിയിച്ചു. ചങ്ങനാശ്ശേരി റേഞ്ച് ഇൻസ്പെക്ടർ TS പ്രമോദിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ VN പ്രദീപ് കുമാർ, പ്രിവന്റീവ് ഓഫീസർ ആന്റണി മാത്യു, സിവിൽ എക്സൈസ് ഓഫീസർമാർ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് റെയ്ഡിൽ പങ്കെടുത്തത്. പുളുങ്കുന്ന് അമലോത്ഭവ LP സ്കൂളിലെ തെരഞ്ഞെടുപ്പ് ഉത്സവം ഏറെ ശ്രദ്ധേയമായി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ അതേ മാതൃകയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 200-ലധികം കുട്ടി വോട്ടർമാരാണ് തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചത്. 4ാം ക്ലാസ്സിൽ നിന്നുള്ള 3 സ്ഥാനാർത്ഥികൾ, 200-ലധികം കുട്ടി വോട്ടർമാർ, നാമനിർദ്ദേശ പത്രികാ സമർപ്പണവും പ്രചരണ പരിപാടികളും തുടങ്ങി ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ എല്ലാ കെട്ടിലും മട്ടിലുമായിരുന്നു പുളുങ്കുന്ന് അമലോത്ഭവ LP സ്കൂളിലെ തിരഞ്ഞെടുപ്പ് ഉത്സവം. വോട്ടിംഗ് ദിനത്തിൽ പോളിംഗ് സ്റ്റേഷനും കൗണ്ടിംഗ് സെന്ററും എല്ലാം സജ്ജമാക്കിയിരുന്നു. വോട്ടെടുപ്പിന്റെ തത്സമയ ദൃശ്യങ്ങൾ പകർത്തി റിപ്പോർട്ട് ചെയ്യുവാൻ മാധ്യമപ്രവർത്തകർ, ക്രമസമാധാന പാലനത്തിന് പോലീസുകാർ, തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങി എല്ലാം കുട്ടികൾ തന്നെ നിർവഹിച്ചതും കൗതുകമായി. വോട്ടർ ID-യുമായി എത്തി വരി നിന്നാണ് കുട്ടി വോട്ടർമാർ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചത്. സ്കൂൾ അസംബ്ലിയിലായിരുന്നു ഫലപ്രഖ്യാപനം. ആരവ് തോമസ് സ്കൂൾ ലീഡറായും സാരംഗ് S. കുമാർ വിദ്യാഭ്യാസ മന്ത്രിയായും സാംജോ തോമസ് സ്പോർട്സ് മിനിസ്റ്ററായും തിരഞ്ഞെടുക്കപ്പെട്ടു. സ്കൂൾ മാനേജർ സിസ്റ്റർ ജ്യോതിസ് മരിയ CMC വിജയികളെ അനുമോദിച്ചു. ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് ആശ, BRC ട്രെയിനർമാരായ ശ്രീജിത്ത്, ജെസ്സി, അമലോത്ഭവ LP സ്കൂൾ പ്രധാനാധ്യാപിക അന്നമ്മ, അധ്യാപകർ എന്നിവർ സന്നിഹിതരായിരുന്നു. ജനാധിപത്യത്തിന്റെ മുഖ്യ ഘടകമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയ കുട്ടികളെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളിൽ തിരഞ്ഞെടുപ്പ് ഉത്സവം സംഘടിപ്പിച്ചത്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷനായി സ്ഥാനാരോഹണം ചെയ്ത മോറോൺ മോർ ഡോക്ടർ സാമുവൽ തിയോഫിലോസ് മെത്രാപ്പോലിത്തയ്ക്ക് നേരിടത്ത് പൗരസ്വീകരണം നൽകും. ജൂലൈ 13 ശനിയാഴ്ച വൈകിട്ട് 4-നാണ് പരിപാടി. നിരണം, കടപ്ര, വിയപുരം, എടത്വ, തലവടി, മുട്ടാർ, തകഴി എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ സഭകളുടെയും മത സമുദായ സംഘടനകളുടെയും സഹകരണത്തോടെയാണ് ഊഷ്മള സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. നിരണം സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ നേതൃത്വത്തിൽ ഇടവക വികാരി ഫാദർ മർക്കോസ് പള്ളിക്കുന്നേൽ സഭയുടെ മെത്രാപ്പൊലീത്തയെ മെഴുകുതിരി തെളിയിച്ച് ദേവാലയത്തിലേക്ക് സ്വീകരിക്കും. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷനായി സ്ഥാനാരോഹണം ചെയ്യപ്പെട്ട മോറോൻ മോർ ഷൗമേൽ തെയോഫിലോസ് മെത്രാപ്പൊലീത്ത തിരുമേനിക്ക് സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് നിരണം ഇടവകയിൽ വെച്ച് പൗരാവലി നൽകുന്ന സ്വീകരണത്തിൽ സാമൂഹിക, രാഷ്ട്രീയ, മത മേലധ്യക്ഷന്മാർ പങ്കെടുക്കുന്നു. പൊതുസമ്മേളനത്തിൽ തിരുവനന്തപുരം അതിഭദ്രാസനം ബിഷപ്പ് മാത്യൂസ് മാർ സിൽവാനിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിക്കും. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ആന്റോ ആന്റണി MP, ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപ്പൊലീത്ത, മാന്നാർ പുത്തൻപള്ളി ജുമാ മസ്ജിദ് ചീഫ് ഇമാം സഹലബത്ത് ദാരിമി, തലവടി തിരുവനയന്നൂർക്കാവ് ഭഗവതി ക്ഷേത്രം മുഖ്യതന്ത്രി ബ്രഹ്മശ്രീ നീലകണ്ഠര് ആനന്ദ് പട്ടമന എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ഇടവകയുടെ കൂദാശ വാർഷിക ദിനത്തോടനുബന്ധിച്ച് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് മാത്യു T. തോമസ് MLA നിർവഹിക്കും. ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാമുദായിക രംഗത്തെ പ്രമുഖ വ്യക്തികൾ എന്നിവർ പങ്കെടുക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് സംഘാടകർ അറിയിച്ചു.
സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ശുദ്ധജല മത്സ്യകർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ അമ്പരപ്പിലാണ് കുറിച്ചി അഞ്ചലശ്ശേരി തറയിൽ വീട്ടിൽ ബി മാത്തുക്കുട്ടി. 15 വർഷത്തിലേറെയായി നടത്തുന്ന ശുദ്ധജല മത്സ്യകൃഷിയിൽ വെന്നിക്കൊടി പാർച്ചിരിക്കുകയാണ് ഈ യുവകർഷകൻ. പിടയ്ക്കുന്ന മീൻ മാത്രമല്ല, മത്സ്യകൃഷിയിലൂടെ മാത്തുക്കുട്ടി വലവീശി പിടിച്ചത് ഒരു സംസ്ഥാന അവാർഡ് കൂടിയാണ്. വീടിനോട് ചേർന്നുള്ള 6 കുളങ്ങളിലായാണ് ഈ ചെറുപ്പക്കാരൻ്റെ മത്സ്യകൃഷി. തൊഴിലിൽ മാതൃകകളൊന്നുമില്ലാതെ ഇറങ്ങിയ മാത്തുക്കുട്ടി അനുഭവങ്ങൾ കൈമുതലാക്കിയാണ് കൃഷി നടത്തുന്നത്. കൂടുതലായും കൃഷി ചെയ്യുന്നത് കട്ല, രോഹു, സിലോപ്പിയ, വരാൽ, വാള തുടങ്ങിയ മത്സ്യങ്ങൾ. ഇവയിൽ വരാൽ കുഞ്ഞുങ്ങളെ മാത്രമാണ് പ്രത്യുൽപാദനം നടത്തുന്നത്. മറ്റു മീൻ കുഞ്ഞുങ്ങളെ ഫിഷറീസിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നും വാങ്ങി വളർത്തുകയാണ് പതിവ്. ഒരു നെൽകർഷകൻ കൂടിയായ മാത്തുക്കുട്ടി നെൽകൃഷിയുടെ ഇടവേളയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ മത്സ്യകൃഷി പിന്നീട് ജീവിതത്തിന്റെ ഭാഗമായി മാറുകയായിരുന്നു. ഞങ്ങളുടെ ഏരിയയിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷിയാണ് ചെയ്യുന്നത്. വർഷത്തിൽ ഒരു 4 മാസത്തെ ഒരു സീസൺ ഉള്ള കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ അങ്ങനെ വന്നപ്പോഴത്തേക്ക് കൂടുതലും മാസങ്ങളും വെള്ളം കയറി തരിശായിട്ട് കിടക്കുന്ന സമയം, തരിശെന്നല്ല വെള്ളം കയറി കിടക്കുന്ന സമയമാണ്. ഒരു 8 മാസത്തോളം വെള്ളം കയറി കിടക്കും. അതിനുശേഷമാണ് കൃഷി തുടങ്ങുന്നത്. 4 മാസം കൊണ്ടാണ് നമ്മൾ നെൽകൃഷിയുടെ ആദായം നമുക്ക് കിട്ടുന്നത്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അതിൽ നിന്ന് എങ്ങനെ കൂടുതൽ ആദായം, അല്ലെങ്കിൽ ഒരു അത്ര സമയം നമ്മൾ പിന്നെ നമ്മൾ കുളങ്ങളിൽ നിക്ഷേപിക്കുന്ന മത്സ്യം എന്ന് പറയുന്നത് മത്സ്യക്കുഞ്ഞുങ്ങളെ നമുക്ക് ഫിഷറീസിൽ നിന്ന് നമുക്ക് തരുന്നുണ്ട്. അതായത് അവരുടെ സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഹെക്ടറിന് അല്ലെങ്കിൽ ഒരു സെന്റിന് ഇത്ര കുഞ്ഞുങ്ങൾ വെച്ചിട്ട് അവർ നമുക്ക് സപ്പോർട്ട് തരുന്നുണ്ട്. അത് നമുക്കൊരു അത്രയും നമുക്ക് കൊണ്ടുപോയിട്ടിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ നമുക്ക് വേണം. അപ്പം നമ്മൾ ആന്ധ്രയിൽ നിന്ന് ഡയറക്റ്റ് കുഞ്ഞുങ്ങളെ ഇറക്കാറുണ്ട്. ഇറക്കിയിട്ടാണ് നമ്മൾ നേഴ്സറിയിട്ട് വളർത്തി അതിനുശേഷമാണ് ഇപ്പോൾ ഉള്ളത് വാള, കട്ടള, രോഹു, ഗ്രാസ്, വരാല്, പിന്നെ തിലാപ്പിയുണ്ട്. ഇപ്പം ഇവിടെ കാണാം. ശാസ്ത്രീയമായ രീതിയിലാണ് മാത്തുക്കുട്ടിയുടെ മത്സ്യകൃഷി. കൃഷിക്ക് പിന്തുണയും സഹായവും നിർദ്ദേശങ്ങളും നൽകുന്ന കോട്ടയം ഫിഷറീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് മത്സരത്തിന് അപേക്ഷ നൽകാൻ പ്രേരിപ്പിച്ചത്. ഇതിനു മുൻപ് അവാർഡുകളൊന്നും കിട്ടിയിട്ടില്ലാത്തതിനാൽ തന്നെ ഈ വിജയം പ്രതീക്ഷിച്ചില്ലെന്ന് മാത്തുക്കുട്ടി പറയുന്നു. മലയാളിക്ക് തീന്മേശയിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് മീൻ വിഭവം. അത് ശുദ്ധമായി നൽകിയാൽ വാങ്ങാൻ ആളെത്തും. ഇതാണ് തൻ്റെ വിജയമന്ത്രമെന്നും മാത്തുക്കുട്ടി പറയുന്നു. അമ്മ ലാലിമ്മയും ഭാര്യ വിജിമോളും മക്കളായ മിഖയും മിഥുവുമാണ് കർഷകന് പിന്തുണയുമായി കൂടെയുള്ളത്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6720 രൂപ, പവന് 53,760 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.